മദ്യം ഓൺലൈനാക്കാൻ വീണ്ടും അംഗീകാരം തേടി ബെവ്കോ. സർക്കാരിന് കഴിഞ്ഞ മാസം അപേക്ഷ നൽകി. സ്വിഗ്ഗി ഉൾപ്പെടെ കമ്പനികൾ താൽപര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് ബെവ്കോ അധികൃതർ പറയുന്നുണ്ട്. ജിബിൻ ജെബി വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജിബിൻ, രാവിലെ മുതൽ നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ ഇക്കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റുകളായി. പിന്നെ ഞാൻ കണ്ടില്ല എന്ന് വെച്ചതാണ്. വീട്ടിലേക്ക് ഇനി മദ്യം എത്തുമോ, എന്താണ് തുടർ നടപടികൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ബെവ്കോ ആവശ്യപ്പെടുന്നത്? മോത്തി, കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ബെവ്കോയുടെ ആവശ്യമാണ് ഈ വാതിൽപ്പടി മദ്യവിതരണം എന്നുള്ളത്. അതിനുവേണ്ടി പലതവണ സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും സർക്കാർ ഇതുവരെ ആ ശുപാർശ അംഗീകരിച്ചിട്ടില്ല. ഇതിനുശേഷം പിന്നാലെയാണ് കഴിഞ്ഞ മാസം ബെവ്കോ കൂടുതൽ പഠനങ്ങൾ നടത്തിയതിനു ശേഷം പുതിയ ഒരു അപേക്ഷ സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി മദ്യം വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ അപേക്ഷയാണ് സർക്കാരിന് നൽകിയിട്ടുള്ളത്. പക്ഷേ സർക്കാർ ഇതുവരെയും ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടില്ല. ഈ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഓൺലൈൻ, അതായത് കേരളത്തിന് സമീപത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ 4000-ലധികം ഈ ബീവറേജിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അത് 500-ൽ താഴെ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ നിലവിലുള്ള ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിലും ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകളിലുമൊക്കെ തന്നെ നീണ്ട നിര എപ്പോഴും അനുഭവപ്പെടുന്നത്. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ മാർഗം എന്നാണ് ബെവ്കോ ഇപ്പോൾ ഈ സർക്കാർ നൽകിയിട്ടുള്ള അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, സാധാരണഗതിയിൽ കേരളത്തിന്റെ നിയമ നടപടികൾ അനുസരിച്ച് 23 വയസ്സിൽ കൂടുതലുള്ളവർക്ക് മാത്രമേ മദ്യം വാങ്ങാനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് തന്നെ 23 വയസ്സിൽ മുകളിലുള്ളവരാണോ മദ്യം ഓർഡർ ചെയ്യുന്നതെന്നും വാങ്ങുന്നതുമെന്നും തങ്ങൾ ഉറപ്പുവരുത്തുമെന്നുള്ള ഒരു കാര്യം കൂടി ബെവ്കോ ഈ ഒരു അപേക്ഷയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബെവ്കോ വീണ്ടും കഴിഞ്ഞ 3 വർഷക്കാലമായി അവർ വീണ്ടും ഈ അപേക്ഷ സമർപ്പിക്കുകയാണ്. സർക്കാർ ഇതുവരെ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ബെവ്കോ കൂടുതൽ പഠനങ്ങൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ കഴിഞ്ഞ മാസം വീണ്ടും ഒരു അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ അപേക്ഷയിന്മേൽ സർക്കാർ ഇനി എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. മോദി, ശരി ജിബിൻ.